ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരെല്ലാവരും കൂടി ഒരു യാത്ര പോവാണ് 2 ദിവസത്തേക്ക്. കുറച്ച് അമ്പലങ്ങളിലേക്കാണ്. എല്ലാ വർഷവും പോകുന്നതാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് പോയി തുടങ്ങിയതാട്ടോ. ക്യാമറ ഓൺ ആക്കുന്നുണ്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഹായ് ആണെങ്കിൽ അമ്മയും കുഞ്ഞമ്മയും അച്ഛനും ചേട്ടനും ഒക്കെ ആട്ടോ ഇരുന്നത്. ഇതിന്റെ അപ്പയും അപ്പയുടെ മോളും ആട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള തൃക്കടൂർ മഹാദേവ ക്ഷേത്രത്തിലാട്ടോ ആദ്യം പോയത്. വെളുപ്പിന് 5 മണിയാണെങ്കിലും ഈ ഒരു അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അമ്പലത്തിന്റെ ഉള്ളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്ത് കുറച്ച് വിഷ്വൽസ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തൊഴുതൊക്കെ ഇറങ്ങി നേരെ പോയത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്കാട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നേരം വെളുത്തിരുന്നു. പക്ഷെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് നേരെ പോയി ഉണ്ണിയപ്പത്തിന്റെ വഴിപാട് ചെയ്തു. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വന്നിട്ട് ഉണ്ണിയപ്പം നിന്നില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ. ഇവിടെ എപ്പോൾ വന്നാലും അത്യാവശ്യം നല്ല തിരക്കാണ്. ഇന്ന് തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ തൊഴുത്തിട്ട് വേഗം ഇറങ്ങി. എന്നിട്ട് നേരെ വണ്ടിയിൽ കയറിയിരുന്നു. ഇതാട്ടോ നമ്മൾ വന്ന വണ്ടി. ഇനി നേരെ പോകുന്നത് തെന്മലയിലാണ്. അവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മുടെ പിള്ളേർ സെറ്റും പിന്നെ അമ്മയും ബാക്കി എല്ലാവരും ബാക്ക് സൈഡിലാട്ടോ ഇരിക്കുന്നത്. എന്റെ അടുത്തിരുന്നത് എന്റെ അപ്പയുടെ മോളാട്ടോ. പിന്നെ കഴിക്കാനായിട്ട് ഇഡലി ആയിരുന്നു. നല്ല വിശപ്പായതുകൊണ്ട് തന്നെ ഫുഡ് കണ്ടപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞ് നേരെ പോയത് ആര്യങ്കാവിലുള്ള കൊച്ചു ശബരിമല എന്നറിയപ്പെടുന്ന ഒരു അമ്പലത്തിലേക്കാട്ടോ. അവിടെ ഫോൺ യൂസ് ചെയ്യാനായിട്ട് ഒട്ടും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ആകെ എടുക്കാനായിട്ട് പറ്റിയത് ആ അമ്പലത്തിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കുഞ്ഞൊരു ആറുണ്ട്. ആഴമില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇറങ്ങാനായിട്ട് പറ്റുമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വിഷ്വൽസ് മാത്രം കിട്ടി. ഇനി നേരെ പോകുന്നത് കൊച്ചുപഴനി എന്നറിയപ്പെടുന്ന തിരുമലക്കോവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാട്ടോ. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാട്ടോ ഇത്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അടിപൊളി വിഷ്വൽസ് ആട്ടോ കാണാനായിട്ട് പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു അമ്പലം എനിക്ക് ഫേവറേറ്റ് ആയതെന്ന് ഞാൻ ഈ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ തിരുമല കോവിലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴനി മലയിൽ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം അമ്പലത്തിന്റെ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും. അവിടെയാണെങ്കിൽ 693 സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ 650 സ്റ്റെപ്പാട്ടോ ഉള്ളത്. എന്നാലും ഇത് നല്ല കുത്തനെ കിടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഭയങ്കര പ്രയാസമാട്ടോ ഇത് കയറാൻ വേണ്ടിയിട്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു അമ്പലം ബാക്കി പോകാനുള്ള അമ്പലങ്ങളിലേക്കാളും ഫേവറേറ്റ് ആയത് എന്തെന്ന് ചോദിച്ചാൽ ഇതാ ഈ ഒരു ഒറ്റ കാരണമാണ്. ഇത്രയും നല്ല വ്യൂ തരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അത് മാത്രമല്ല ഒരുപാട് ആളുകളിവിടെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും കാമാൻ കൊയറ്റും പിന്നെ അത്രയും സമാധാനം നമുക്ക് ഈ ഒരു അമ്പലത്തിൽ വന്നാൽ കിട്ടും കേട്ടോ. നമ്മൾ ഒരുപാട് പടി കയറി വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കിതപ്പും ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ കയറാനായിട്ട് നിൽക്കണ്ട. അതിന് പകരമായിട്ട് ഇവിടെ കൊണ്ടുവരാനായിട്ട് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എത്താനായിട്ട് പറ്റും കേട്ടോ. അതായത് കുറച്ച് അത്യാവശ്യം ആളുകൾ എടുത്തിട്ട് വാനിൽ തന്നെ നമുക്ക് ഈ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ അവർ കൊണ്ടാക്കി തരും. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അമ്പലമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളും അനിയനും ചേട്ടനും അച്ഛനും ഒക്കെ നടന്നാണ് കയറിയത്. ബാക്കി അമ്മയും എല്ലാവരും കൂടി വണ്ടിയിലാണ് വന്നത്. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും നടന്നങ്ങ് ഇറങ്ങി. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് പോയ അത്രയും ബുദ്ധിമുട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ തോന്നിയില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട്. അങ്ങനെ മലയൊക്കെ ഇറങ്ങി താഴെ വന്നതിന് ശേഷം തണ്ണിമത്തനും മാങ്ങയും ജ്യൂസും ഒക്കെ കുടിച്ച് കുറച്ച് ആശ്വാസമായി. അത് കഴിഞ്ഞ് നേരെ വന്ന തെന്മലയിലേക്കാട്ടോ. വെള്ളം കണ്ടപ്പോ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. ഞാനും കിങ്ങണിയും കൂടി ഇങ്ങനെ കഴിക്കാനായിട്ട് കയറി. അവളെയും കഴിപ്പിക്കാതെ ഞാനും കഴിക്കാതെ വീഡിയോ എടുത്തിരിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു നോട്ടം. അതിനുശേഷം ഈ ഒരു പനങ്കരിക്ക് വാങ്ങിച്ചു. അവക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല എങ്കിലും ഞാൻ ഒരെണ്ണം കഴിച്ചു. എന്നിട്ട് അവിടുത്തെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തത് പൊട്ടൽപുത്തൂർ പള്ളിയാണ്. ഇവിടുത്തെ വഴിപാടിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. പള്ളിയിൽ നിന്ന് 100 മീറ്റർ മാറി ഒരു തടാകം ഉണ്ടാവും. ഇവിടുന്ന് തന്നെ കൊച്ചു കൊച്ചു മൺകുടങ്ങൾ കിട്ടും. അത് വാങ്ങിച്ച് നമുക്ക് എത്രയെണ്ണം ആവശ്യം അത്രയെണ്ണം വാങ്ങിച്ചിട്ട് ആ ഒരു തടാകത്തിൽ നിന്ന് വെള്ളം എടുത്ത് നമ്മുടെ തലയിൽ ചുമന്നുകൊണ്ട് വന്നിട്ട് ഇവിടെ ഒരു പുളിയുണ്ട്. ആ പുളിയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. പിന്നെ പോകുന്ന വഴിക്ക് കണ്ടാണ് ഈ ഒരു സ്ഥലം ഒരു സിനിമയിലുണ്ട്. ഏതാന്ന് കമന്റ് ചെയ്യണേ. പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി നേരെ പോയത് ഈ ഒരു കന്യാകുമാരിക്കടുത്തുള്ള കൊച്ചു തിരുപ്പതി എന്നറിയപ്പെടുന്ന ഈ ഒരു തിരുപ്പതി ടെമ്പിളിലാട്ടോ. ഓൾറെഡി ഞാൻ ഇതിന്റെ മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്രയും അടിപൊളി അമ്പലാട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കന്യാകുമാരിയും വിവേകാനന്ദ പാറയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റൂ കേട്ടോ. അമ്പലം തുറന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം നിൽക്കേണ്ടി വന്നു. അതിനുശേഷം അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് അവിടുന്ന് വഴിപാട് കിട്ടും. ഇതാണ് വഴിപാട്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും പായസം പോലെ തോന്നുന്നുണ്ടാവും. പക്ഷെ പായസം അല്ല. ഞാൻ പായസം അങ്ങനെ കഴിക്കാറില്ല. മധുരമുള്ളതാന്ന് വിചാരിച്ച് ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്നും എടുത്ത് ടേസ്റ്റ് നോക്കിയതാണ്. കുറെ മസാലകളൊക്കെ ചേർന്നൊരു ചോറായിരുന്നു കേട്ടോ അത്. അതിനുശേഷം ഞങ്ങൾ കന്യാകുമാരിയിലെത്തി. അവിടെ കടയൊക്കെ കുറച്ച് നേരത്തെ അടച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് കഴിക്കാനായിട്ട് പോവാണ്. ഈ ഒരു വെജ് ഫ്രൈഡ് റൈസ് ആട്ടോ കഴിച്ചിരുന്നത്. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലെത്തി. ഇനി ഉറങ്ങാനായിട്ട് പോവാണ്. വെളുപ്പിനെ എഴുന്നേക്കണം. ഇത് ഡേ 1 ആണ്. ഡേ 2 ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.